ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ വർഷ ആൻഡ് ഹരി. ഞങ്ങളിന്ന് പോകാൻ പോകുന്നത് ഷാർജ ബീച്ചിലേക്കാണ്. സോ നമുക്ക് പോയാലോ? ലഞ്ചിന് ഞങ്ങൾ നല്ല അടിപൊളിയായിട്ടുള്ള സദ്യയാണ് കഴിച്ചിട്ടുണ്ടായത്. സദ്യ കഴിച്ചിട്ടായിരുന്നു ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായത്. ഒരു ഈവനിങ് ടൈം ആയപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങിയത്. സോ അധികം അങ്ങനെ വെയിൽ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സോ ബീച്ചിലേക്ക് പോകുമ്പോഴുള്ള നല്ല നല്ല കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാം. ഒരു വാക്കബിൾ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ. സോ ഞങ്ങൾ നടന്നിട്ടായിരുന്നു ബീച്ചിലേക്ക് പോയിട്ടുണ്ടായത്. ഈ ഒരു ഏരിയയിൽ ഫുൾ പച്ചപ്പ് മരങ്ങളൊക്കെ ആയിട്ട് അധികം വെയിൽ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്തില്ല. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഷാർജ മ്യൂസിയം ഓഫ് ഇസ്ലാമിക് സിവിലൈസേഷൻ ആണ്. സോ ആ ബിൽഡിങ്ങിൻ്റെ ഒരു സൈഡ് കൂടിയായിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായത്. നല്ല രസമുണ്ടായിരുന്നു അവിടുത്തെ ഒരു ആംബിയൻസ് കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി. ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരുപാട് നല്ല നല്ല സ്പോട്ട് ഉണ്ടായിരുന്നു ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ വേണ്ടി. സോ ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ നടന്നിട്ടായിരുന്നു പോയത്. പിന്നെ ഞങ്ങൾ കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് പോയപ്പോൾ ഒരു ഏരിയയിൽ എത്തിയപ്പോൾ അവിടെ കുട്ടികളൊക്കെ ക്രിക്കറ്റ് കളിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പോയപ്പോൾ ഒരു പാർക്ക് പോലത്തെ ഏരിയ ആയിരുന്നു. നമുക്കിപ്പോൾ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നിട്ട് അവിടെ വെച്ച് കഴിക്കാനാണെങ്കിലും ചിൽ ഔട്ട് ചെയ്യാനാണെങ്കിലും വർത്തമാനം പറഞ്ഞിട്ട് ഇരിക്കാനാണെങ്കിലും ഒക്കെ പറ്റിയൊരു സ്പോട്ടാണ്. നല്ല രസമുണ്ടായിരുന്നു അവിടുത്തെ ആംബിയൻസ് കാര്യങ്ങളൊക്കെ. കുറച്ചും കൂടി ഈവനിങ് ആകുമ്പോൾ കുറച്ചും കൂടി ആളുകളെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഈ ഒരു ഏരിയയിൽ. ഓൾമോസ്റ്റ് നമ്മൾ ബീച്ചിൻ്റെ അവിടെ റീച്ച് ആവാൻ വേണ്ടി ആയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ദൂരം നടക്കേണ്ട ആവശ്യമേ വരുന്നുള്ളൂ. ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മൾ ബീച്ചിലേക്ക് റീച്ച് ആയിരിക്കുകയാണ്. ബീച്ചിൽ അത്യാവശ്യം നല്ല രീതിയിൽ ക്രൗഡഡ് ആണ്. ഇത് വീക്കെൻഡും കൂടെ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ക്രൗഡ് ഉണ്ട്. വീക്കെൻഡിലാണോ ഇത്രയ്ക്ക് ക്രൗഡഡ്, ഇനി വീക്ക് ഡേയ്സിൽ ഇത്രയ്ക്ക് ക്രൗഡഡ് അല്ലേന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ബിക്കോസ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഷാർജ ബീച്ചിലേക്ക് വരുന്നത്. സൺഡേ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ക്രൗഡഡ് ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. അങ്ങനെ കുറച്ച് ക്രൗഡ് കുറഞ്ഞിട്ടുള്ള ഏരിയ ഉണ്ടോ അറിയാൻ വേണ്ടി ഞങ്ങൾ കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് നടന്നു. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റെസ്റ്റോറൻറ്റ്സ് ആണ് ഷാർജ ബീച്ചിൻ്റെ അവിടെ ഉള്ള. ഇവിടെ ഇറ്റാലിയൻ ഫുഡ്, അങ്ങനെ ഒരുപാട് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഫുഡ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പറ്റും. നല്ല രസമുണ്ട്. ഇവിടെ ആർക്കിടെക്ചർ ആണെങ്കിലും നല്ല രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ വേണ്ടി സാധിക്കും. ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാതും ഒരു റെസ്റ്റോറൻറ്റ്സ് ആണ്. ഞങ്ങൾ ബീച്ചിൻ്റെ ഒരറ്റത്തു നിന്ന് ഇങ്ങേ അറ്റം വരെ എത്തി. എന്നാലും എല്ലാ ഇടത്തും നല്ല രീതിയിൽ തന്നെ ക്രൗഡഡ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ കരുതി ഇനി അധികം ദൂരം നടന്നിട്ട് കാര്യമില്ല എന്ന്. അങ്ങനെ ഫൈനലി ഞങ്ങൾ ബീച്ചിലേക്ക് ഇറങ്ങാൻ തന്നെ ഡിസൈഡ് ചെയ്തു.
ഒരു സൺസെറ്റ് ടൈമിൽ വന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നല്ല രീതിയിൽ സൺസെറ്റ് കാണാനും അവിടെ എൻജോയ് ചെയ്യാനൊക്കെ പറ്റി. നമുക്ക് പിന്നെ ഇവിടെ ഇറങ്ങി ബീച്ചിൽ കുളിച്ചൊക്കെ കഴിഞ്ഞാൽ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനും പിന്നെ അതേപോലെ ഷവറിങ് ഏരിയയും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അതെനിക്ക് നല്ല രീതിയിൽ ഹെൽപ്ഫുള്ളായിട്ട് ഫീൽ ചെയ്തു. ബിക്കോസ് നമുക്ക് ആ നനഞ്ഞ ഡ്രസ്സോട് കൂടി തിരിച്ച് ഫ്ലാറ്റിലേക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഷവറൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഡ്രസ്സപ്പ് ചെയ്തിട്ട് തന്നെ തിരിച്ച് പോവാവുന്നതാണ്. ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ വന്നിട്ട് വീക്കെൻഡ് സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റിയ നല്ലൊരു സ്പോട്ട് തന്നെയാണ്. അധികം പേരും ഇങ്ങനെ ഫ്രണ്ട്സായിട്ടും ഫാമിലി ആയിട്ടൊക്കെ വന്നിട്ട് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇവിടെ ഇരുന്ന് കഴിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് നല്ലൊരു വീക്കെൻഡ് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റിയ നല്ല സ്പോട്ട് തന്നെയാണ്. സോ ഷാർജ റെസിഡൻസ് ആണെങ്കിൽ എന്തായാലും ഇവിടെ വന്നിട്ട് വിസിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. ഈവനിങ് ടൈം വന്നതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി പറ്റി. നല്ല ഒരുപാട് സ്പോട്ട് ഉണ്ട്. പിന്നെ ഈ വീക്കെൻഡ് വന്നാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ റഷ് ആയിരിക്കും. ആ ഒരു ഇഷ്യൂ മാത്രമേ ഉള്ളൂ. പക്ഷെ നല്ല രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയും കൂടെ പറ്റിയൊരു സ്പോട്ടാണ്. സൺസെറ്റ് ടൈം ആയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. സ്കൈ കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി. അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഇവിടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് സ്പെൻഡ് ചെയ്തു. ഞങ്ങൾ ഇവിടെ തന്നെ ഫുഡ് കഴിച്ചിട്ടായിരുന്നു ഫ്ലാറ്റിലേക്ക് പോയിട്ടുണ്ടായത്. സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. എന്തെങ്കിലും സജഷൻസ് കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഗൈസ്. ഓക്കെ, ബൈ ബൈ.